ഖത്തറിൽ നടന്ന ലോകകപ്പിന് മെസ് തുടങ്ങാമെന്ന് പറഞ്ഞ് 40 ലക്ഷം രൂപ തട്ടിയെടുത്തതടക്കം ഗൾഫ് രാജ്യങ്ങളിൽ ബിസിനസ് നടത്താൻ എന്ന പേരിൽ അനവധി ആൾക്കാരെ വിശ്വസിപ്പിച്ച് കോടികൾ തട്ടിയെടുത്ത ദമ്പതിമാർ പോലീസിന്റെ പിടിയിൽ. സംസ്ഥാനത്താകമാനം 10 കോടിയിലധികം രൂപ പ്രതികൾ തട്ടിയെടുത്തതായാണ് പോലീസ് കണക്കാക്കുന്നത്. അത്രയധികം പരാതികളാണ് ലഭിച്ചിരിക്കുന്നത്. ആലപ്പുഴ കായംകുളം ചിറക്കടവ് വല്ലന്തറയിൽ വീട്ടിൽ 44 വയസ്സുള്ള രശ്മി ബിജു, ഭർത്താവ് ചെട്ടികുളങ്ങര ഇലഞ്ഞിവിള വീട്ടിൽ ബിജു ബാലൻ എന്നിവരാണ് പ്രതികൾ. ഗൾഫ് രാജ്യങ്ങളിൽ വ്യാജ കമ്പനികൾ രൂപവൽക്കരിച്ച് സാധനങ്ങൾ വാങ്ങിക്കൂട്ടുകയും പിന്നീട് അവ മറിച്ചുവിറ്റ് കമ്പനി പൂട്ടി കടന്നുകളയുകയും ചെയ്യുകയായിരുന്നു പ്രതികളുടെ തട്ടിപ്പ് രീതി. കൂടാതെ വിവാഹ വാഗ്ദാനം നൽകി സ്ത്രീകളിൽ നിന്നും ലക്ഷങ്ങൾ തട്ടി. ഓസ്ട്രേലിയയിൽ ജോലിയും സിറ്റിസൺഷിപ്പും വാഗ്ദാനം നൽകി ഓയൂർ സ്വദേശിയായ ബിജു എന്നയാളുടെ പക്കൽ നിന്ന് 10 ലക്ഷം രൂപയാണ് പ്രതികൾ വാങ്ങിയത്. ഇതുപോലെ തട്ടിപ്പിനിരയായവർ ആദ്യം പരാതി നൽകിയെങ്കിലും പോലീസ് അന്വേഷണത്തിൽ പ്രതികളെ പിടികൂടാനായില്ല. കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഒരു സ്ത്രീയുടെ പക്കൽ നിന്ന് വിവാഹ വാഗ്ദാനം നൽകി 15 ലക്ഷം രൂപ തട്ടിയെടുത്തതിനും എറണാകുളം സ്വദേശിയുടെ കയ്യിൽ നിന്ന് ഖത്തറിൽ ബിസിനസ് തുടങ്ങാമെന്ന് പറഞ്ഞ് 20 ലക്ഷം തട്ടിയതിനും ഇവരുടെ പേരിൽ കേസുകളുണ്ട്. കൂടാതെ കണ്ണൂർ പഴയങ്ങാടിയിൽ ഒരാളുടെ പക്കൽ നിന്ന് ബിസിനസ് തുടങ്ങുന്നതിനായി ലക്ഷങ്ങളും ചവറ സ്വദേശിനിയുടെ പക്കൽ നിന്ന് 13 ലക്ഷവും തട്ടിയെടുത്ത സംഭവങ്ങളിൽ ക്രൈംബ്രാഞ്ച് കേസെടുത്ത് അന്വേഷണം തുടരവെയാണ് പ്രതികൾ കൊച്ചി മരടിൽ വാടക വീട്ടിൽ ഒളിവിൽ താമസിക്കവേ പിടിയിലാകുന്നത്. കോഴിക്കോട്ടുള്ള ഒരു സ്ത്രീക്ക് വിവാഹ വാഗ്ദാനം നൽകി അവരുടെ പേരിലുള്ള വസ്തു വിറ്റ വകയിൽ 85 ലക്ഷം രൂപ തട്ടിയെടുത്ത സംഭവത്തിലും ഇരുവർക്കുമെതിരെ കേസുണ്ട്. അവിവാഹിതരായ സ്ത്രീകളോട് ചങ്ങാത്തം കൂടി വിവാഹ വാഗ്ദാനം നൽകിയാണ് പ്രതികൾ കൂടുതലും തട്ടിപ്പ് നടത്തിയത്. ഖത്തറിൽ നടന്ന ലോകകപ്പിന് മേസ് തുടങ്ങാമെന്ന് വിശ്വസിപ്പിച്ച് കായംകുളം സ്വദേശിയിൽ നിന്നാണ് 40 ലക്ഷം രൂപ തട്ടിയെടുത്തത്. ഇതിന്റെ പേരിൽ കായംകുളം പോലീസ് സ്റ്റേഷനിലും പരാതിയുണ്ട്. ആരെങ്കിലും പണം തിരികെ ചോദിച്ച് ഇവർക്കെതിരെ പരാതി നൽകുമെന്നറിഞ്ഞാലുടൻ ആയുധങ്ങൾ ഉപയോഗിച്ച് സ്വയം ദേഹത്ത് മുറിവുകളുണ്ടാക്കി പോലീസിൽ പരാതി നൽകി രക്ഷപ്പെടുകയായിരുന്നു പ്രതികൾ സ്ഥിരമായി ചെയ്തുകൊണ്ടിരുന്നത്. ഇരുവരും കസ്റ്റഡിയിലായതറിഞ്ഞ് നിരവധി പരാതികളാണ് സ്റ്റേഷനുകളിൽ എത്തുന്നത്. മലയാളം ടെലിവിഷൻ, ആലപ്പുഴ.